നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തിയതോടെ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ പോരാട്ടത്തിന് കൊടിയേറിക്കഴിഞ്ഞു. പ്രചരണം പരമാവധി ഊർജിതമാക്കാനുള്ള കനത്ത തയ്യാറെടുപ്പിലാണ് മൂന്ന് മുന്നണികളും. LDF സ്ഥാനാർത്ഥി N അരുൺ ഇതിനോടകം പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തിയതോടെ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ പോരാട്ടത്തിന് കൊടിയേറിക്കഴിഞ്ഞു. UDF-ന്റെ സിറ്റിംഗ് MLA മാത്യു കുഴൽനാടനും LDF-ൽ നിന്ന് CPI ജില്ലാ സെക്രട്ടറി N അരുണും പ്രചാരണവുമായി മണ്ഡലത്തിൽ സജീവമാണ്. N അരുണിനെ സ്ഥാനാർത്ഥിയായി LDF ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. UDF സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും 5 വർഷത്തെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്ന പ്രചാരണ പുസ്തകവുമായി മാത്യു കുഴൽനാടനും നേരത്തെ പ്രചാരണം തുടങ്ങി. വികസന പത്രിക ഇതിനോടകം മണ്ഡലത്തിലെ ഭൂരിഭാഗം വീടുകളിലും എത്തിച്ചു കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മണ്ഡലത്തിൽ മതിലുകൾ എഴുതിയാണ് തുടക്കമിട്ടിരിക്കുന്നത്. എല്ലാവരുടെയും അരുൺ എന്ന തലക്കെട്ടോടെയുള്ള പോസ്റ്ററുകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. മണ്ഡലത്തിലെ സമുദായ നേതാക്കളെയും പ്രമുഖ വ്യക്തികളെയും നേരിൽ കണ്ട് പിന്തുണ തേടുന്ന തിരക്കിലാണ് N അരുൺ. NDAയിൽ 2020 കൂടി എത്തിയതോടെ കഴിഞ്ഞ തവണത്തേക്കാൾ ആവേശത്തിലാണ് പ്രവർത്തകർ. കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു മണ്ഡലത്തിൽ. എന്നാൽ ഇത്തവണ 2020ക്ക് സീറ്റ് നൽകുമോ എന്നതിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.